രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് രണ്ടും സെപ്പറേറ്റ് റിവ്യൂ ചെയ്താൽ അധികം പേര് കാണുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. രണ്ടും ഡ്രാമ മൂവീസ് ആണ്. ഒന്നൊരു ഫീൽ ഗുഡ് കോമഡി ഡ്രാമയാണെങ്കിൽ ഒന്നൊരു മ്യൂസിക്കൽ റൊമാൻറ്റിക് ഡ്രാമയാണ്. ഒന്ന് ഇംഗ്ലീഷും ഒന്ന് സ്പാനിഷ് സിനിമയുമാണ്. അപ്പോൾ ഈ രണ്ട് സിനിമകളെ കുറിച്ചാണ് ഇന്ന്. രണ്ട് കസിൻസ് ഡേവിഡും ബെഞ്ചിയും ഇവർ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ് പോളണ്ടിലേക്ക്. രണ്ടുപേരും രാവും പകലും പോലെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ളവരുമാണ്. ഒരാൾ കുറച്ച് സോഫ്റ്റ് ഹേർട്ടഡ് ഇൻട്രോവേർട്ട് ആണെങ്കിൽ മറ്റേയാൾ കുറച്ച് ഫ്രീ സ്പിരിറ്റ് ആണ്, എക്സ്ട്രോവേർട്ട് ആണ്. ഇവരുടെ യാത്ര, അതിനിടയിൽ ഇവരെ തന്നെ പരസ്പരം മനസ്സിലാക്കുന്നതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം എ റിയൽ പെയിൻ. ജെസി ഐസൻബർഗ് സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ അഭിനയിച്ച് കൂടെ കീറൻ കൊൽക്കിനും ഇവർ രണ്ടുപേരുമാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണിത്. ഈ പ്ലോട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചിലയിടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തമിഴ് പടം മെയ്യഴകൻ ഓർമ്മ വരും. രണ്ട് കസിൻസ്, അവരുടെ കണ്ടുമുട്ടൽ, അങ്ങനെ. സോ ആ ഒരു സ്റ്റൈലാണ്, പക്ഷെ അത്രയും ഇമോഷണൽ അല്ല. ബട്ട് സ്റ്റിൽ എൻഡിങ് ഒക്കെ ആകുമ്പോഴേക്കും നല്ലൊരു പെയിൻ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നല്ല രീതിയിൽ ഇമോഷണലി കണക്റ്റഡ് ആക്കുന്നു എന്നുള്ളതാണ് പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം. പെയിൻ ഇൻ ദ ആസ് എന്നൊക്കെ നമ്മൾ ശല്യക്കാരെ പറയാനായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ. ഇത് അങ്ങനെയല്ല, അങ്ങനെയും പറയാം. ബട്ട് അതിനേക്കാൾ ഇത് ശരിക്കും പരസ്പരമുള്ള ഇവരുടെ കെയർ കൊണ്ട് ഈ ക്യാരക്ടേഴ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പെയിൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചില സമയത്ത് ഈ ബെഞ്ചി എന്ന് പറയുന്ന ക്യാരക്ടർ മറ്റുള്ളവർക്കും ഡേവിഡിനും ഒരു ശല്യമാണ്. ബട്ട് സെയിം ടൈം ഹീസ് എ സ്വീറ്റ് ഹാർട്ട്. ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ബെഞ്ചിയെ കുറിച്ച് ഡേവിഡ് മറ്റുള്ളവരോട് പറയുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. മൊത്തത്തിൽ രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് പേർ, അവർക്ക് ലൈഫിനോടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച്, അവരുടെ സ്നേഹം, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ബെഞ്ചിയായി വന്ന കീറൻ കൊൽക്കിനും അതുപോലെ ഡേവിഡായിട്ട് വന്ന സംവിധായകൻ തന്നെയായ ജെസി ഐസൻബർഗും പരസ്പരം മത്സരിച്ചുള്ള അഭിനയമാണെന്ന് പറയാം. എന്ന് വെച്ചാൽ മരണ എക്സ്പ്രഷൻ ഇട്ട് അങ്ങനെയൊന്നുമല്ല, വളരെ സട്ടിൽ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അവരുടെ സൈലൻസിലൂടെ പോലും ഇമോഷൻസ് പറഞ്ഞു പോകുന്നുണ്ടെന്നുള്ളതാണ് കാര്യം. മറ്റു ക്യാരക്ടേഴ്സ് ചെയ്ത താരങ്ങളും നൈസ് ആയിരുന്നു. ക്യാമറയും ലൊക്കേഷനും പടത്തിന്റെ വലിയ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ലൊക്കേഷൻ പോളണ്ട്, അവിടുത്തെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഭയങ്കര നൈസായിട്ട് കാണിച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, വളരെ മൈൽഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം പടത്തിന്റെ പോസിറ്റീവുകളാണ്. എനിക്ക് തുടക്കത്തിൽ മാത്രം കഥയിലേക്ക് കുറച്ച് ഇറങ്ങി വരാനായിട്ട് ചെറിയൊരു പ്രയാസം, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറയാം. അങ്ങനെ ഒരു കുറച്ചൊരു ബോറിംഗ് ഫീൽ വന്നായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ട്രാക്കിലേക്ക് എത്തുകയും ചെയ്തു. സോ മാസ് ഓഡിയൻസിന് പടം കുറച്ച് ലാഗ് ഫീൽ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പടം ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസ് ആയിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും ഒന്നുമില്ല. കേരളത്തിൽ PVR ഉള്ളിടത്ത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതേസമയം ഈ പടം ഇപ്പോൾ ഡിജിറ്റലിയും അവൈലബിൾ ആണ്. ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് നോക്കുക. ഈ വർഷം ഓസ്കാറിലും നോമിനേഷൻ പടത്തിന് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി ഇറ്റ്സ് ഗുഡ് എന്നൊരു അഭിപ്രായമാണുള്ളത്. ഇനി അടുത്ത സിനിമ സബ്ലൈം. ഇതൊരു കമ്മിങ് ഓഫ് ഏജ് മൂവിയാണ്. അർജന്റീനയിൽ നിന്നുള്ള പടമാണ്. സ്പാനിഷ് ആണ് ഇതിന്റെ ലാംഗ്വേജ്. 2022 ഈ സിനിമ റിലീസായത്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് മരിയാനോ ബിയാസിനാണ്. സൗഹൃദം, പ്രണയം, സംഗീതം, ഇതൊക്കെയാണ് ഈ പടത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. വളരെ ക്ലോസ് ആയിട്ടുള്ള രണ്ട് ടീനേജ് ഫ്രണ്ട്സ്, മാനുവലും ഫിലിപ്പയും. ഇവര് രണ്ടുപേരുമാണ് ഇതിലെ പ്രധാന ക്യാരക്ടേഴ്സ്. ഇതിൽ തന്നെ മാനുവലിന്റെ കാഴ്ചപ്പാടിലാണ് സിനിമയിൽ കഥ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ കൂട്ടുകാരൊക്കെ ചേർന്ന് ഇവർക്കൊരു ലോക്കൽ മ്യൂസിക് ബാൻഡ് ഉണ്ട്. ഒരാൾക്ക് മറ്റൊരാളുടെ തോന്നുന്ന ഫീലിങ്സ്, തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണിത്. നമ്മൾ ഈ ക്യാരക്ടേഴ്സിന്റെ കൂടെ അവിടെ എത്തി അവരുടെ ലൈഫ് കാണുന്ന പോലെയുള്ള ഒരു ഫീല് തോന്നും. കുറെ ആളുകൾക്ക് മാനുവലിന്റേതുപോലെയുള്ള ഫീലിങ്സ് ടീനേജിൽ ഉണ്ടായിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് പടം നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. മാനുവലായിട്ട് വന്ന മാർട്ടിൻ മില്ലറും ഫിലിപ്പയായിട്ട് വന്ന തിയോ ഇനാമയും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. കൊച്ചു പിള്ളേരാണ് രണ്ടുപേരും. ബട്ട് ദേ നെയിൽഡ് ഇറ്റ് എന്ന് പറയാം. വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അഭിനയിച്ച എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ക്യാമറയും എഡിറ്റിംഗും ഭയങ്കര രസമാണ് കേട്ടോ. ഒരുപാട് ഫ്രെയിംസ് ഇങ്ങനെ ക്യാരക്ടേഴ്സിന്റെ പുറകിൽ നിന്നാണ് കാണിക്കുന്നത്, മുഖം ഇങ്ങനെ കാണിക്കാതെ. അത് ഈ പടത്തിന്റെ ഒരു ഐഡന്റിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ കൂടുതലും ക്ലോസപ്പ് അല്ലെങ്കിൽ കുറച്ച് ടൈറ്റ് ഷോട്ട്സ് ഒക്കെയാണുള്ളത്. പിന്നെ ലൊക്കേഷനും വളരെ നൈസ് ആയിരുന്നു. ഇവർ ഈ ബാൻഡ് ഉണ്ടാക്കുന്ന കുറച്ച് പാട്ടുകളുണ്ട്. അത് ഭയങ്കര രസമാണ്. അതിന്റെ വരികളും അവർ തന്നെ കൊടുത്തേക്കുന്ന മ്യൂസിക്, പിള്ളേർ തന്നെയാണ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിച്ചിരിക്കുന്നത്. അത് കേൾക്കാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു പറയാം. പിന്നെ ഇത് LGBT തീംഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. എല്ലാവർക്കും പറ്റില്ല. എല്ലാ കാര്യങ്ങളെയും എല്ലാ മനുഷ്യരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മനസ്സ് കുറച്ച് വലുപ്പമുള്ള, മറ്റുള്ളവരെ അവരെ തന്നെ ജീവിക്കട്ടെ എന്ന് തുറന്ന മനസ്സുള്ള മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ. അതിന് പറ്റാത്തവർക്ക് എനിക്കൊന്നും പറയാനില്ല, ചെയ്യാനില്ല. ഈ പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണാം. അതുപോലെ സ്പാനിഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ നെറ്റിൽ തന്നെ കിട്ടും. 1 മണിക്കൂർ 40 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ രണ്ട് സിനിമകളും കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.